നമസ്കാരം. പാർട്ടി അന്വേഷിക്കും. പാർട്ടിക്ക് സ്വന്തമായി കോടതിയുണ്ട്, സ്വന്തമായി അന്വേഷണ സംഘമുണ്ട്, സ്വന്തമായി അതിനെ നടപ്പിലാക്കാൻ വേണ്ട സേനാംഗങ്ങളുണ്ട്. റെഡ് വോളണ്ടിയേഴ്സ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വേണമെങ്കിൽ ആരാച്ചാരുമുണ്ട്. ഇത് പറഞ്ഞ ആ സഖാവ് മരിച്ചുപോയി, അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. സഖാവ് MC ജോസഫൈൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രമുഖയായ നേതാവായിരുന്നു. അവരാണ് ഇത് പറഞ്ഞത്. അപ്പം പാർട്ടിക്ക് എന്ത് തോന്നിയാസവും എവിടെയും കാണിക്കാം. വേറെങ്ങും കാണിക്കാൻ മാർഗമില്ല. കേരളത്തിലേക്ക് കാണിക്കാൻ മാർഗമുള്ളൂ. കാരണം ഭരണം ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പം എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് പാർട്ടി അന്വേഷിക്കും, പാർട്ടി തീരുമാനിക്കും, പാർട്ടി നടപടിയെടുക്കും, പാർട്ടി ശിക്ഷ നടപ്പിലാക്കും എന്നുള്ള പണി ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നു. ഇനി അത് നടക്കില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പാർട്ടിയോട്, പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പാവങ്ങൾ പാർട്ടി നേതാക്കളോടും ചില അന്വേഷണ കമ്മീഷനോടും പാർട്ടി അന്വേഷിക്കും എന്ന് ആഴ്ചയ്ക്ക് 40 വട്ടം പറയുന്ന AK ബാലൻ സഖാവിനോടും അതുപോലെയുള്ള ചില സഖാക്കളോടും ഒക്കെയാണ് ഇത് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ വിവിധ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, നിങ്ങൾ ആ കുറ്റകൃത്യങ്ങളിൽ പോലീസ് കേസെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രവർത്തകർ ഏതൊക്കെ തരത്തിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ, അതായത് പാർട്ടിയുമായി ബന്ധപ്പെടാതെ വ്യക്തിപരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എന്തൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോ എത്ര രൂപ സമ്പാദിക്കുന്നു, നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ, നിങ്ങൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായോ മയക്കുമരുന്ന് വിതരണ സംഘങ്ങളുമായോ ബന്ധമുണ്ടോ. ഞാൻ CPM കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ. CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും BJP-യുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും തമിഴ്നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ DMK-യുടെയും എല്ലാവരുടെയും, അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന രീതികളും ശൈലികളും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര പ്രതിരോധ വകുപ്പും നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്തയല്ല, അതൊരു നടപടിയാണ്. ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, പ്രതിരോധ വകുപ്പ് കൂടി ചേർന്നാണ് ഈ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നത്. വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ ഇതിന്റെ ഭാഗമാകും. കസ്റ്റംസ്, അതുപോലെ നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ NIA, ED, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, കേന്ദ്ര സർക്കാർ, CBI ഉൾപ്പെടെ എല്ലാ കുറ്റാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്. പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു? പാർട്ടിക്കാർക്ക് തോന്നിയത് എന്തും കാണിക്കാമോ? സംസ്ഥാനത്ത് ഭരണത്തിന് കീഴിൽ ഇരുന്നു കഴിഞ്ഞാൽ പാർട്ടി എന്നാൽ എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണോ? അല്ല. അത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ അന്വേഷണം. തീർച്ചയായിട്ടും കേരളത്തിലെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ എല്ലാ വിവരങ്ങളും ഇന്റലിജൻസ് ശേഖരിച്ച് കഴിഞ്ഞു. ഇത് ശേഖരിച്ച് കഴിയാൻ വേണ്ടിയാണ് ഒരു വേള ഞങ്ങൾ നോക്കി നിന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. നമുക്ക് വിവരം കിട്ടിയത് ഡൽഹിയിൽ നിന്നാണ്. പക്ഷേ വിവരങ്ങളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങളുടെ തുടക്കവും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ CPM ആണ്, ഞാൻ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ മയക്കുമരുന്ന് കച്ചവടവും റിയൽ എസ്റ്റേറ്റ് മാഫിയയും ആളുകളെ കൊല്ലലും കൊട്ടേഷനും അതുപോലെയുള്ള സംവിധാനങ്ങളും പരിപാടികളും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ രക്ഷിച്ചുകൊണ്ട് പോകലുമൊന്നും ഇതുവരെ നടത്തിയതൊക്കെ തന്നെ അവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതിന്റെ കണക്കുകളും അവർ എടുത്തിട്ടുണ്ട്. ഇനി നടക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെറുതായിട്ടൊന്ന് പറഞ്ഞത്. അദ്ദേഹം സാധാരണഗതിയിൽ അലറി പറയുന്നയാളാണ്, ഈ ഉണ്ടക്കണ്ണുരുട്ടി ഉറക്കെ ഗർജിക്കുന്നയാളാണ്. ഇദ്ദേഹം വളരെ സൗമ്യനായിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതിപ്പോ BJP-ക്കാരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, DMK-ക്കാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ മാന്യമായ രീതിയിലാണോ പൊതുപ്രവർത്തനം നടത്തുന്നത്? ഇവർ ഇതിന്റെ മറവിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുകയാണോ? ഇവർ ജനവിരുദ്ധമായി, സാമൂഹ്യ വിരുദ്ധമായി, നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് അന്വേഷിക്കേണ്ട ചുമതല ഒരു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട്. അത് അന്വേഷിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കും. ആ ഉത്തരവാദിത്വമാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പും സ്വീകരിക്കുന്നത്. പ്രതിരോധ വകുപ്പ് ഇതിൽ പെടുമ്പോൾ മനസ്സിലാക്കുക, പാരാമിലിറ്ററി ഫോഴ്സസ് സഹിതം ഇതിന്റെ ഭാഗമാകും. ഇവിടെ അട്ടഹാസം കാണിക്കാനോ അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് എന്തെങ്കിലും തോന്നിയാസം കാണിക്കാനോ മുതിർന്നു കഴിഞ്ഞാൽ അതിന്റെ നടപടി അടുത്ത നടപടിയാണ്. ഇവിടെ PFI-ക്കാരെ റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ തൂക്കുധാരികളായ CRPF-കാരായിരുന്നു. കാരണം ഇവന്മാർ ഓടുകയാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവുമായിട്ടാണ് അവർ വന്നത്. അവർ വെടിവെക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ വെടിവെക്കുമെന്നല്ല പറയുന്നത് ഇപ്പം. അതായത് ഈ രീതിയിൽ പല ഇടപാടുകൾ നടത്തുന്ന പാർട്ടി പ്രവർത്തകർ, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും, ഇനി ഇത് അധികകാലം സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും തോക്കും വടിയുമായിട്ടൊക്കെ എത്തും ഉടൻ തന്നെ. Branding partner EduBix Online Executive Education. Focus
ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.